ഒരിടത്ത് പോകാൻ വേണ്ടിയിട്ട് തിരക്ക് പിടിച്ച് അയൺ ചെയ്യുന്നതിനിടയിൽ അയൺ ബോക്സിൽ ഒരു പ്ലാസ്റ്റിക് കവർ മുട്ടിപ്പോയി. അപ്പോൾ അത് ആ പ്ലാസ്റ്റിക് അതിൽ ഒട്ടി നിൽക്കുകയാണ്. നമുക്കിതാണെങ്കിൽ അയൺ ബോക്സ് കംപ്ലീറ്റ് കൂളാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ സമയമില്ല, നമുക്ക് അയൺ ചെയ്തെടുക്കേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ പെട്ടെന്ന് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ അയൺ ബോക്സ് ഓഫ് ചെയ്ത് അതിൻ്റെ ഈ പുറത്ത് മാത്രം, അതിൻ്റെ പ്ലേറ്റിൽ മാത്രം കുറച്ച് വെള്ളം നനച്ച് അയൺ ബോക്സ് കുറച്ച് കൂളാക്കി, അതിന് ശേഷം ഒരു ഐസ് ക്യൂബ് എടുത്ത് ആ പ്ലാസ്റ്റിക്കിൻ്റെ മേലെ ഒന്ന് ഉരസി കൊടുത്തു. കൈ പൊള്ളാതെ നോക്കണം. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, അപ്പോൾ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ആണ്. അപ്പോൾ അതിനകത്തോട്ടും അതിൻ്റെ വയറിലൊന്നും വെള്ളമാവാതെ നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ ഐസ് ഉരച്ച് കൊടുത്തപ്പോൾ നമുക്കിതാ പ്ലാസ്റ്റിക് ഇതുപോലെ കൂളായിട്ട് ഇളകി വരുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കിയിൽ ചെറിയ പാർട്ടിക്കിൾസൊക്കെ ഒന്നുകൂടെ നിന്ന് ചെറുതായി സ്ക്രബ് ചെയ്തപ്പോൾ ഒക്കെ ഇളകി ഇങ്ങ് വന്നു. അങ്ങനെ പെട്ടെന്നുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാം. വളരെ നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അധികം ഡിലേ ഒന്നും ആവാണ്ട് അതുകൊണ്ട് എനിക്ക് അയൺ ചെയ്തെടുത്തിട്ട് ഇറങ്ങാൻ പറ്റി. ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് പിന്നെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അയൺ ബോക്സ് അത്യാവശ്യം തണുത്തിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതും കൈകൊണ്ട് തന്നെ ഇളക്കി മാറ്റി നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റി. തീരെ ഒരു പാർട്ടിക്കിളിൻ്റെ അംശം ഇല്ലാത്ത തരത്തിൽ തന്നെ നമുക്ക് നീറ്റാക്കി ഇതെടുക്കാൻ പറ്റി. എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്യും. ഇങ്ങനത്തെ വല്ല അബദ്ധവും പറ്റുകയാണെങ്കിൽ ഈ ടിപ്പ് നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി അടുത്തത് അയൺ ബോക്സിൻ്റെ മേലെ നോക്കിയ കറുത്ത മാർക്ക് എപ്പോഴോ ഇങ്ങനെ അടിയിൽ പിടിച്ചതിൻ്റെ മാർക്കാണ്. അത് കളയാനുള്ളൊരു ടിപ്പാണ് ഇനി നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പിഞ്ച് ബേക്കിംഗ് സോഡയും പിന്നെ ഒരു ഡ്രോപ്പ് ലിക്വിഡ് സോപ്പും എടുത്തു. അതിനകത്ത് കുറച്ച് കോൾഗേറ്റ് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് ഒരു 2 ഡ്രോപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒരു പേസ്റ്റാക്കി. ആ പേസ്റ്റ് ഈ ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്തു, നന്നായി തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് ഒരു 30 സെക്കൻഡ് അയൺ ബോക്സ് ഒന്ന് ഓണാക്കി ഒന്ന് ചൂടാക്കി അതവിടെ ഒട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും അത് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും അത് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒരു വെറ്റ് ക്ലോത്തോ അല്ലെങ്കിൽ വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് ആ ഭാഗം നന്നായി തുടച്ചെടുത്ത് തരാം. ഇതാ ഉണങ്ങി പിടിച്ചിട്ടാണ് ഉള്ളത്. ഇപ്പോൾ വെറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ വെറ്റ് ക്ലോത്ത് എടുത്ത് ആ ഭാഗം നന്നായി തുടച്ചാൽ ആ ബ്ലാക്ക് മാർക്ക് വളരെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. നല്ല നീറ്റായിട്ട്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാ നോക്കിയാൽ ക്ലോത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പിന്നാലെ ഞാൻ ഇത്തിരി ബേക്കിംഗ് സോഡയിൽ 2 ഡ്രോപ്പ് വിനീഗറും കൂടെ ആഡ് ചെയ്ത് അതും അവിടെ അപ്ലൈ ചെയ്തു. അതും ഇതുപോലെ റബ്ബ് ചെയ്തു, അതേ തുണി കൊണ്ട് റബ്ബ് ചെയ്തെടുത്തു. 100% ആയിട്ടില്ലെങ്കിലും ഇതാ ഈ ക്ലോത്ത് കാണുമ്പോൾ മനസ്സിലാവും അതിൽ നിന്ന് ഡേർട്ട് കുറേ ഇളകിയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.